അപ്പോൾ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്തു. സ്റ്റോക്ക് വണ്ടി തന്നെ, പക്ഷെ നമ്മൾ ചെറിയ ചേഞ്ചസ് ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ന്യൂ ബൈക്ക് ഡേ ആട്ടോ എന്ന്. അപ്പോൾ ഒരു സൈക്കിൾ പ്രാന്തൻ എന്ന നിലയിൽ എൻ്റെ വലിയൊരു ആഗ്രഹമാട്ടോ ഒരു റോഡ് ബൈക്ക് സ്വന്തമാക്കണമെന്ന്. അപ്പം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന റോഡ് ബൈക്കാണ് മെറിഡയുടെ സ്കൾപ്ചർ 400. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ് നമ്മളിന്നൊരു റോഡ് ബൈക്ക് ഡെലിവറി എടുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൂത്താട്ടുകുളം KSRTC സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് നേരെ പിറവത്ത് ചെല്ലും. അവിടുന്ന് റോമി ബ്രോനെ കൂട്ടി നേരെ എറണാകുളത്തിന് 10 മണി ആ ഒരു ടൈമാട്ടോ നമ്മുടെ റോഡ് ബൈക്കിൻ്റെ ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റോമി ബ്രോ എത്തിയിട്ടോ. നമ്മളിത് കാറൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കാറിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. എന്ന് വെച്ചാൽ ബൈക്ക് നമ്മൾ എടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടോ, എൻ്റെ ഒരു ആഗ്രഹം. പിന്നീടതൊക്കെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ വണ്ടി എടുക്കുന്നത് നമ്മുടെ റോമി ബ്രോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്താ പറയുക, ബ്രോ ഇന്നലെ ഉറങ്ങിയോ? സാധാരണ വണ്ടിയൊക്കെ എടുക്കുമ്പോഴേ എനിക്ക് തലേദിവസം ഉറക്കം വരില്ല കിടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നല്ല സ്വപ്നം കണ്ടുറങ്ങിയത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നത് മെറിഡ തന്നെയാണ്. മെറിഡ സ്കൾപ്ചർ 400 തൊട്ട് താഴെയുള്ള 300 ആണ്. ഇത് ഭയങ്കര വലിയൊരു സ്റ്റോറി ആയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്നാ ബുക്ക് ചെയ്ത് വണ്ടി ഒക്ടോബർ മുതൽ നോക്കി തുടങ്ങിയ, പക്ഷെ ഒരു രക്ഷയില്ല. സ്കൾപ്ചറ കിട്ടാനായിട്ട് ഭയങ്കര ഷോർട്ടേജ് ആട്ടോ. നമ്മൾ എവിടെയൊക്കെ ചോദിച്ചെന്ന് ഒരു പിടിയില്ല. അവരെ നോക്കി ലാസ്റ്റ് നമ്മുടെ UBCയിലെ സ്വാദിക് പ്രോ പുള്ളി എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പോയി എടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ പിറവത്ത് നിന്ന് നേരെ എറണാകുളം റോഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണി അല്ലേ, നമ്മുടെ ബൈക്കെല്ലാം സെറ്റാക്കി. ഇന്നലെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ബൈക്ക് ഫീറ്റൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. സെറ്റല്ലേ ബ്രോ? അതെ അതെ. അപ്പോൾ നമ്മൾ വൈറ്റിൽ എത്തിയിട്ടോ. ഇനി ഇതേ ഇവിടുന്ന് ഈ ലെഫ്റ്റ് ഇവിടെ നമ്മൾ UBCയിലേക്ക് കയറും കേട്ടോ. ഇത് തന്നെ ബ്രോ, അവിടെ ബൈക്കർ എത്തിയിട്ടുണ്ടല്ലോ. ഇത് എങ്ങോട്ട് കയറ്റി വെക്കണം? നമ്മളെ വണ്ടി അങ്ങോട്ട് അവിടെ വെച്ചു. തുറന്നിട്ടില്ലേ? അപ്പോൾ നമ്മൾ UBCയുടെ അകത്ത് എത്തിയിട്ട് നമ്മുടെ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, മെറിഡ. അതുപോലെ തന്നെ നമ്മുടെ കോനയുടെ ബൈക്സ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇത് ആദ്യമേ മുതൽ അൺബോക്സ് ചെയ്ത് ഇത് ഓൾറെഡി എങ്ങനെയാണ് വന്നേക്കണേ? ഫിറ്റഡ് ആണോ? അതെയോ? മൊത്തം ഫുള്ളായിട്ട് ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടാട്ടോ വരുന്നത്. ഇനി 2 വീല് വയ്ക്കുക, അധികം പരിപാടിയൊന്നുമില്ല. ഹാൻഡിൽ ബാർ വയ്ക്കുക. സംഗതി ഒരു അരമണിക്കൂർ അല്ലേ ബ്രോ? അരമണിക്കൂർ മതി അല്ലേ? അപ്പോൾ നമ്മൾ വണ്ടി സെറ്റാക്കും. അപ്പോൾ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്തു. സ്റ്റോക്ക് വണ്ടി തന്നെ, പക്ഷെ നമ്മൾ ചെറിയ ചേഞ്ചസ് ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ സ്റ്റോക്ക് വരുന്നത് ഇതിൻ്റെ കാസറ്റ് നമ്മൾ ടിയാഗ്ര കേട്ടോ ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. കാസറ്റ് നമ്മളൊന്ന് മാറുന്നുണ്ട്. ഇപ്പം 1228 വരുന്നത്. നമ്മുടെ ഏരിയ നമ്മൾ മൊത്തം കയറാനുള്ളത്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് മാറി 1134 അപ്ഗ്രേഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കാസറ്റ് മാറ്റുമ്പോൾ ചെയിൻ മാറേണ്ടി വരുമായിരിക്കും അല്ലേ? ചെയിൻ മാറേണ്ടി വരും. ചെയിൻ ചിലപ്പോൾ മാറേണ്ടി വരും. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാക്കി വേറെ ഒരു ചേഞ്ചസും ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു സ്റ്റോക്ക് എങ്ങനെയാണോ എന്ന് അതുപോലെ തന്നെ. ഇതാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് മിനിമം ഒരു 1:1 ഗിയർ റേഷ്യോ ക്ലൈംബ് ചെയ്യാനായിട്ട് അതായത് വേണം. ഇപ്പം ഇത് അത്രയും വരുന്നില്ലല്ലോ. ഇതൊരു പെർഫോമൻസ് എന്താ പറയുക, പെർഫോമൻസ് സെറ്റപ്പാണ്. ആ ഒരു ജോമെട്രിയാണ് വരുന്നത്. എന്നാലും നമ്മുടെ ഒരു ഏരിയയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം കേട്ടോ ഒരു മിനിമം 1:1 ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാസറ്റ് 1134 10 സ്പീഡ് കാസറ്റാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റുമ്പം ഈ ഒരു ഡീറൈലർ ഇത് മീഡിയം ഗേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അതിൽ സപ്പോർട്ടാവോ ബ്രോ? അത് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാക്കിയെല്ലാം വണ്ടി ഇതേ സെറ്റാട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചേഞ്ച് കൂടെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം സ്റ്റോക്കായിട്ട് ഇവിടെ പെഡൽ വരുന്നില്ല. നമ്മൾ പെഡൽ ചൂസ് ചെയ്തേക്കുന്നത് MTB ക്ലീറ്റ്സ് ആട്ടോ. കാണിച്ചപ്പോൾ ഇതല്ലേ ഷിമാനോടെ തന്നെ. അപ്പോൾ അതെ ഇതാണ് സംഭവം. നമുക്ക് ലോക്ക് യൂസ് ചെയ്ത് ഈ ഒരു സൈഡ് കേട്ടോ. ഇത് നമ്മൾ നോർമൽ ഷൂ ഇട്ടിട്ട് നമുക്ക് പെഡൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലീറ്റ്സ് ഇടുമ്പം നമ്മൾ ഈ മല കയറാൻ പോകുമ്പോഴത്തേന് ക്ലീറ്റ്സ് ഇട്ട് നടക്കുക എന്നുള്ള കാര്യം അത് പ്രാക്ടിക്കലല്ല. അപ്പം ഈ ഒരു സംഗതി ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പിന്നെ നമ്മുടെ നോർമൽ റോഡ് ബൈക്കിൻ്റെ ക്ലീറ്റ്സ് ആ ഒരു പെഡലിനേക്കാളും സൈസ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് വന്ന കാസറ്റ് നമ്മൾ മാറിയിട്ടത് 1134. വേറെ അങ്ങനെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു RD ഒക്കെ ആട്ടോ. പിന്നെ ചെയിനൊന്നും മാറ്റേണ്ട ആവശ്യം വന്നില്ല. അപ്പം വണ്ടി ഓക്കെ ആട്ടോ. അപ്പം ജസ്റ്റ് ട്യൂണിങ് കാര്യങ്ങൾ ഒരു ടയറോടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ അത് നമ്മുടെ വണ്ടി സെറ്റാക്കി കേട്ടോ. റോമി ബ്രോ ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കാൻ പോട്ടോ. ഇതിലോട്ട് ഈ റൂട്ട് ഇവിടുന്ന് ടേൺ ചെയ്തിട്ട് ആ വഴി
മെയിൻ റോഡ് കയറാണ്ട്. മെയിൻ റോഡ് കയറേണ്ട ആവശ്യമില്ല, ഇതിൽ പോയാൽ മതി. ഈ ടേൺ എടുത്തുകൊണ്ട് റൈറ്റ് എടുക്കുക, എന്നിട്ട് വരെ എല്ലാ സർവീസോടെ കയറിയിട്ട് പോരെ. സെറ്റ്. എങ്ങനെയുണ്ട് ബ്രോ? വഴി വല്ലതും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പം ബ്രോ ടെസ്റ്റ് റൈഡൊക്കെ അടിച്ചിട്ട് ഇനി ട്യൂണിങ് എങ്ങനെയുണ്ട്? ഗിയറൊക്കെ വരുന്നുണ്ടോ? എവിടെ ഒരു വൈബ്രേഷൻ്റെ എന്തൊരു തട്ടും നോക്കാം, വയറായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ ബൈക്ക് ഫിറ്റ് ഒന്നുകൂടെ ചെയ്യണ്ടേ കറക്റ്റായിട്ട്? അത് വേണം ഒന്നുകൂടെ ചെയ്യാം. നമുക്ക് ഏറ്റവും ഹൈ ഗിയറിലേക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ബൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകാട്ടോ. മേടിച്ചു. എന്നെ കേൾക്കണോ? ആണ് ഇപ്പൊ തന്നെ തുറക്കുക. ക്രീം ബണ്ണിൽ ഇറക്കിയില്ലേ? അപ്പൊ വണ്ടി മൊത്തം സെറ്റായിട്ടോ. ഇനി നേരെ നമ്മള് കാറിന്റെ ബാക്കിൽ ഇത് വീല് രണ്ടും അഴിക്കേണ്ടി വരും അല്ലേ? കാറിൽ സാൻഡ്രോയിൽ കയറണമെന്നുണ്ടല്ലേ? കയറുമോ? അതെ, ഓക്കെ. ക്രീം ബണ്ണ് ഇപ്പൊ ക്രീം ബണ്ണ് ഭയങ്കര ട്രെൻഡാന്ന് പറഞ്ഞല്ലേ? അതെയോ? ഓക്കെ, പൊളി സാധനം. ബട്ടറിന്റെ ടേസ്റ്റ് അല്ലേ? ഇത് ഇവിടുത്തെ ഓക്കെ, കൊള്ളാം. ക്രീമാ അല്ല ഇതിന്റെ മെയിൻ സംഭവം? ഒരു ബട്ടർ ടേസ്റ്റ്. അപ്പൊ അതായത് നമ്മള് വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാട്ടോ ബ്രോ. ബൈക്ക് കാണിച്ചു കൊടുത്തേ. വണ്ടി സെറ്റ് ചെയ്ത് പുറകിൽ വെച്ചിട്ടുണ്ട്. അത് തന്നെ. ഹാപ്പി. ഇനിയിപ്പം വേറെ എന്ന് വെച്ചാല് ഇനി കുറച്ച് വേർക്കും. അറിയോ, ഞാൻ ഹൈബ്രിഡ് ആയിട്ട് ബ്രോടെ എത്തി പിടിക്കണ്ടേ? ഇനി ഞാനും പക്ഷെ അവരായിട്ടൊരു മത്സരമായിരിക്കും. അപ്പൊ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി. നമ്മള് രാവിലെ വന്നോ? 10 മണിക്ക് വന്നതാണ്. ഇപ്പൊ സമയം 3:45 കേട്ടോ. ചെറിയൊരു ബൈക്ക് ബിൽഡിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ ഇനി നേരെ ഡെക്കാത്ലോണിൽ പോകുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. നേരെ വീട്ടിലേക്ക് തിരിക്കോട്ടെ. വൈറ്റിലേന്ന് ഇവിടെ തിരിഞ്ഞ് നമുക്ക് ആ തൃപ്പൂർ വഴി പോകട്ടെ, ഇവിടെ കയറിയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോ ഈ ഒരു ബൈക്കായിരിക്കും നമ്മുടെ താരം എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ റിവ്യൂ ഒക്കെ ചെയ്യാം. ശരി, ബൈ ബൈ.